ഇതൊരു പരാജയമാണ്. പരാജയത്തിന് വേറൊരു പേരില്ല, പേരൊന്ന് മാത്രം, പരാജയം. അങ്ങനെ പരാജയം സംഭവിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അതോടെ കളവഴിഞ്ഞു പോകുന്നില്ല, മാറത്തടിച്ച് നിലവിളിക്കാനും പോകുന്നില്ല. ഞങ്ങളതിന് പാഠങ്ങൾ പഠിക്കും, ഗൗരവമായി പഠിക്കും. എവിടെയെല്ലാം വീഴ്ചയുണ്ടായി, എന്തെല്ലാം കുറവുണ്ടായി, ഇതെല്ലാം നോക്കും. എന്നിട്ട് എന്തെല്ലാം മാറ്റം വേണമോ ആ മാറ്റങ്ങളെല്ലാം വരുത്തും. എവിടെയെല്ലാം തിരുത്തൽ വേണമോ ആ തിരുത്തലും വരുത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും മുമ്പോട്ടേ പോകാൻ പറ്റും. ഞങ്ങളിവിടെ ഉണ്ടാകും, ജനങ്ങളുടെ കൂടെ. ഇല്ല 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 അല്ല, ഞങ്ങളെല്ലാം പ്രതീക്ഷയ്ക്ക് അതീതമായിട്ടുള്ളൊരു ഫലം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതേപ്പറ്റി ഗൗരവമായി പഠിക്കേണ്ടതുണ്ട്. എല്ലാ തലങ്ങളിലും പഠിക്കണം. അതിനുവേണ്ടിയുള്ള ഒന്നാം സ്റ്റെപ്പാണ് ഇപ്പോൾ പാർട്ടി കമ്മിറ്റി കൂടാൻ പോവുകയാണ്. തുടർന്ന് എല്ലാ ജില്ലകളിലും പാർട്ടി കൂടും, എല്ലാ ജില്ലകളിലും പാർട്ടി വിലയിരുത്തും. അതിൻ്റെയെല്ലാം വെളിച്ചത്തിൽ വളരെ വൈകാതെ സ്റ്റേറ്റ് കൗൺസിൽ യോഗം ചേരും. പാർട്ടി വേണ്ട മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകും. ആ തിരുത്തലൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് ഞങ്ങളെല്ലാം കാണാത്തൊരു അടികൾക്കുണ്ടായിട്ടുണ്ട്. ഒരു പാർട്ടിക്കും ഇടതുപക്ഷത്ത് മുൻകൂട്ടി കാണാനാകാത്ത അടികൾക്കുണ്ടായിട്ടുണ്ട്. അതേപ്പറ്റി ഞങ്ങൾ പഠിക്കണം. ഒരു സീറ്റ് മാത്രമല്ല, എല്ലാ സീറ്റുകളിലെയും ഫലം പരിശോധിക്കും. എല്ലാ സീറ്റുകളിലെയും ഫലം പരിശോധിക്കും. എല്ലാ സീറ്റുകളിലെയും. അതൊരു വലിയ വിപത്താണ്. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ BJP 3 സീറ്റുമായിട്ട് അസംബ്ലിയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാ മതേതര ശക്തികളും ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. ആ 3 സീറ്റിലെ വിജയം മാത്രമല്ല, BJPക്ക് 6 2ാം സ്ഥാനമുണ്ട്. അതൊരു ഗൗരവപ്പെട്ട വെല്ലുവിളിയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീവ്ര വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പിടിമുറുക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് ചെറിയ അളവിലൊന്നുമല്ല, വലിയ അളവിൽ ഫലമുണ്ടാകുന്നുണ്ട്. അതിന് ഇന്ത്യയിലെമ്പാടുമുള്ള ഇടതുപക്ഷ ശക്തികൾ, മതേതര ശക്തികൾ എല്ലാ തരത്തിലും ഗഹനമായി പഠിച്ച് മുന്നോട്ട് പോകാനുള്ള സമരങ്ങളുടെയും സഹകരണ പ്രവർത്തനത്തിൻ്റെയും എല്ലാ വഴികളും ആരായും.